ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള PSC ഡിഗ്രി പ്രിലിംസ് എക്സാംസിന് ഇനി നമ്മുടെ മുന്നിൽ ഒരു 10 ദിവസം പോലും എടുക്കാനില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ എക്സാം എഴുതുന്ന കുട്ടികളെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതായത് എല്ലാം തുടക്കം മുതൽ തന്നെ എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല റിവിഷനും കാര്യങ്ങളോട് കൂടി ഒരു എന്താ പറയുക, ഒരു സേഫ് ആയിട്ട് പ്രിലിംസ് അതായത് കട്ട് ഓഫ് കടക്കാൻ മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളുണ്ട്. ദെൻ ഇതൊന്നുമല്ല, അവസാന നിമിഷം എവിടുന്നൊക്കെയോ പഠിച്ച് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊന്നും കിട്ടാതെ ക്ലാസ് ഒന്നും പ്രോപ്പറായി അറ്റൻഡ് ചെയ്യാതെ അങ്ങനെ എക്സാം എഴുതി എന്താ പറയുക ഒരു കട്ട് ഓഫിന് താഴെ. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അതായത് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഒരു ട്രെൻഡ് അനുസരിച്ച് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 45-55 റേഞ്ചാണ്. ശരിക്കും ആദ്യം കട്ട് ഓഫ് നമ്മൾ പറയണ്ടേ, 45-55 റേഞ്ചാണ് കട്ട് ഓഫ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു കട്ട് ഓഫ് അതായത് ഒരു 55-60 മുകളിൽ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളും ഉണ്ട്. എന്നാൽ കട്ട് ഓഫ് കടക്കാൻ കഴിയാതെ എന്താ പറയുക ഒരു 30-25 ആ ഒരു മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളും ഉണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് വരുന്ന കുട്ടികളുണ്ട് എന്ന് വെച്ചാൽ ഒരു 35 അല്ലെങ്കിൽ 40, ഓക്കെ, ദെൻ ഒരു 50-55 അല്ലെങ്കിൽ 45 ഈ ഒരു റീജിയനിൽ വരുന്ന കുട്ടികളുണ്ട്. അതായത് ശരിക്കും ഇവരെ സംബന്ധിച്ച് പ്രിലിംസ് പാസ്സാകുമോ എന്നും അറിയില്ല, ഓക്കെ, ഫെയിൽ ആകുമോ എന്നും അറിയത്തില്ല. ആ ഒരു കൺഫ്യൂഷനിലായിരിക്കും ഇവർ നിൽക്കുന്നത്. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രിലിംസ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം, മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങണം അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ ശരിക്കും ഈ കട്ട് ഓഫ് 45-55 ആണെന്ന് വെച്ചു. അപ്പോൾ നമുക്കൊരു സേഫ് ആയിട്ടൊരു മാർക്ക് വേണം. അതായത് നമുക്ക് എന്ത് ചെയ്യണം, പ്രിലിംസ് കട്ടാവും, ഞാൻ പ്രിലിംസ് പാസ്സാകും, കട്ട് ഓഫ് ഞാൻ കടക്കും, എനിക്ക് എന്ത് ചെയ്യണം, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഒരു സേഫ് ആയിട്ടൊരു സ്കോറിൽ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ടൈം കിട്ടും. അതല്ല നമുക്കറിയില്ല, പിന്നെ റിസൾട്ട് വന്നിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് പിന്നെ പഠിച്ചു കയറാനാണെങ്കിൽ മെയിൻസ് നമുക്ക് പാടായിരിക്കും. സോ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഒരു സേഫ് സ്കോർ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സേഫ് ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യും. സേഫ് സ്കോർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 55-60 നിൽക്കുവാണെങ്കിൽ സേഫ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സാംസിന് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ സിലബസിൽ പറയുന്ന മാർക്ക് അനുസരിച്ച് നമുക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ലിറ്ററേച്ചർ, ബേസിക്സ്, കമ്പ്യൂട്ടർ, ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ്, ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ വരുന്നത്. അതിനകത്തെല്ലാം അവർ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷനും പറയുന്നുണ്ട്. അതായത് ഹിസ്റ്ററിക്ക് ഒരു 10, ജോഗ്രഫി 5, എക്കണോമിക്സ് 5, സിവിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്സ് 10, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT എന്ന് പറയുന്നത് 5 ആണ്, സയൻസ് 5, മാത്സ് 20, ഇംഗ്ലീഷ് 20, മലയാളം 10. ഇതാണ് നമ്മുടെ പ്രിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. സോ നമുക്ക് ഇതിനകത്ത് ഇത്രയൊന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട. ഇത്രയൊക്കെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടും. എന്നാൽ ഇത്രയൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട. ബട്ട് പ്രിലിംസ് കടക്കാം ചെയ്യാം, ഒരു സേഫ് ആയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിസ്റ്ററിക്ക് 10 മാർക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഹിസ്റ്ററി എന്ന് പറയുന്ന തന്നെ 3 കാറ്റഗറി ഉണ്ട്. ഏതൊക്കെയാണ്? ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററി ഉണ്ട്, ദെൻ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ദെൻ വേൾഡ് ഉണ്ട്. ഓക്കെ, 3 കാറ്റഗറിയിലും കൂടിയാണ് നമുക്ക് എന്ത് വരുന്നത്, 10 മാർക്ക് ചോദിക്കുന്നത്. അതിൽ നിങ്ങളൊരു 5 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാം. ഒരു 10 മാർക്കിൽ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കേരള ജോഗ്രഫി നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ വേൾഡ് അറിയില്ല, കേരള ഇന്ത്യ അറിയാം, അപ്പോൾ അത് രണ്ടും കൂടെ സ്കോർ ചെയ്ത് 5 മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറ്റും. പിന്നെ ഹിസ്റ്ററി, ജോഗ്രഫിയുടെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. എവിടെ നിന്ന് എങ്ങനെ ചോദിക്കുന്നു ഒന്നും അറിയില്ല. സോ ഒരു 5 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യുക. അതുപോലെ തന്നെ ജോഗ്രഫി 5 മാർക്കാണ്. അതിൽ 2 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. ജോഗ്രഫിയിൽ നമുക്ക് വരുന്നത് ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫിയാണ് വരുന്നത്. അപ്പോൾ അത് 3ഉം കൂടെ ചേർത്ത് 5 മാർക്കേ ഉള്ളൂ. അതിൽ 2 മാർക്ക് സ്കോർ ചെയ്യാമല്ലോ, ഉറപ്പായിട്ടും സ്കോർ ചെയ്യാം. അതുപോലെ തന്നെ എക്കണോമിക്സിൽ നമുക്കറിയാം 5 ഇയർ പ്ലാനും അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സോ അത് മാത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 5ൽ 2 മാർക്ക് സ്കോർ ചെയ്തൂടെ?
സ്കോർ ചെയ്യാം. ദെൻ സിവിക്സിൽ നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ടോപ്പിക്സ് ചേർത്തിട്ട് അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് ചെറിയ ക്യാപ്സ്യൂളാക്കി ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ദെൻ സിവിക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 മാർക്ക് സ്കോർ ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ ചില കുട്ടികളെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ അമെൻഡ്മെൻറ്റ് ഇതെല്ലാം വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് 5-ൽ 5 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ വെറും 2 മാർക്ക് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, സ്കോർ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ദെൻ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, അതായത് ഇതിനകത്താണ് കൂടുതലും കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് നോക്കുന്നവർക്ക് 10 മാർക്കിൽ 5 കൂടുതലും സ്കോർ ചെയ്യാവുന്നതാണ്. മിനിമം ഒരു 10 മാർക്കെങ്കിലും എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാം. ദെൻ കമ്പ്യൂട്ടറിൽ നമുക്കറിയാം ചെറുത് കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിലൊരു 5 മാർക്കിൽ ഒരു 3 മാർക്ക് നമുക്ക് സ്കോർ ചെയ്തുകൂടെടാ. ഓക്കെ. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി സംബന്ധിച്ച് നമ്മുടെ ISRO, ആദിത്യ L1, ദെൻ ചന്ദ്രയാൻ, ഇതെല്ലാം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ കയറി വരാം. ഓക്കെ. അത് കൂടാതെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വൈറസ്, ഡിസീസ്, ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യനിൽ നമുക്ക് 2 സ്കോർ ചെയ്തുകൂടെ. ഇനിയാണ് ടാസ്ക് മെന്റൽ എബിലിറ്റി നമ്മുടെ കണക്കിൽ ചില കുട്ടികളെ സംബന്ധിച്ച് 20-ലും 20 സ്കോർ ചെയ്യുന്നവരുണ്ട്. ഈ 20-ലും 20 സ്കോർ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യണമെന്നില്ല. ഓക്കെ. എന്നാൽ 20-ൽ ഒരു 15, 13, 18 ആ റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ബാക്കി എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഹിസ്റ്ററിയിലോ എക്കണോമിക്സിലോ ഒക്കെ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാം. ഓക്കെ. അപ്പോൾ 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 15 എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അറ്റൻഡ് ചെയ്താൽ മതി, അങ്ങനെ വേണം പറയാൻ. ദെൻ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ 20-ൽ ഒരു 15. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഗ്രാമറൊക്കെ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് നോക്കുക. പിന്നെ ആന്റോണിം സിനോണിമായിട്ട് ചോദിക്കുന്ന വേർഡ്സുകൾ മാത്രം നമുക്ക് ഫെമിലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാടാവുന്നേ ഉള്ളൂ. ബാക്കി ഗ്രാമർ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ മലയാളമാണ്. മലയാളത്തിൽ 10-ൽ 7 മാർക്ക്. ഓക്കെ. 10-ൽ 7 കിട്ടുമല്ലോ. മലയാളം സിമ്പിൾ അല്ലേ, നമ്മുടെ വ്യാകരണം അതൊക്കെ നോക്കിയിരുന്നാൽ മതി. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, ഒരു 7 മാർക്ക് സ്കോർ ചെയ്യാം. ദെൻ ഇതൊരു റഫ്ലി ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ അല്ലേ, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ചില കുട്ടികൾക്ക് കണക്കും ഇംഗ്ലീഷും ഒക്കെ ഈസി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പം 20-ൽ 20 സ്കോർ ചെയ്യാം. ഇതിൽ 20-ൽ 20 സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 18 പ്ലസ് അല്ലെങ്കിൽ 2 കൂടി ചേർത്ത് ഒരു 30 സ്കോർ ചെയ്യാമെങ്കിലും പിന്നെ ഒരു 30 മാർക്ക് മതി ഇതെല്ലാം കൂടി. മനസ്സിലാവുന്നുണ്ടോ? സോ ഇങ്ങനെ നമ്മൾ മാർക്ക് എടുക്കുമ്പോൾ തന്നെ ടോട്ടൽ നിങ്ങൾക്ക് എത്ര കിട്ടും, 60 മാർക്ക് കിട്ടും. മനസ്സിലായോ? അത് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വെറും 55 അല്ലെങ്കിൽ 45-നും 55-നും ഇടയിലേ നിൽക്കൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും മാർക്ക് നിങ്ങളൊരു എയിം ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും 60 മാർക്ക് അല്ലെങ്കിൽ 55+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ്, സേഫ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണേ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും മാർക്ക്, ഇപ്പോൾ ഈ മാത്സും ഇംഗ്ലീഷും ഒക്കെ പാടാണ്, എനിക്ക് GK നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ ഈ 5 പറഞ്ഞെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, 1 കൂട്ടുക അല്ലെങ്കിൽ 2 കൂട്ടുക, അതൊന്ന് 8 ആക്കുക. ഓക്കെ. സോ ഇനിയുള്ള ഡേയ്സ് നമുക്ക് വളരെ കുറച്ച് ഡേയ്സേ ഉള്ളൂ. ഒരു 5-6 ഒരാഴ്ച, 1 വീക്ക് പോലും ഇല്ല. ഈ മെയ് 2-ാം തീയതി എക്സാം ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് കഴിഞ്ഞുള്ള ഘട്ടം, ഓക്കെ, അത് കഴിഞ്ഞുള്ള സ്റ്റേജിൽ വരുന്നവർ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത്രയും സ്കോറെങ്കിലും നിങ്ങൾ വാങ്ങിക്കണം, അത്രയും വാങ്ങിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ലാഘവത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ. അപ്പോൾ ഇനിയുള്ള ദിവസം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യാനായിട്ട് പുതിയതായിട്ട് പഠിക്കാൻ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പഠിച്ച ടോപ്പിക്സ് നന്നായിട്ട് എന്ത് ചെയ്യുക, റിവിഷനും ചെയ്യുക. അതുപോലെ തന്നെ മോക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. മാത്സിൻ്റെ ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒക്കെ PYQs നോക്കുക, മോക്ക് അറ്റൻഡ് ചെയ്യുക. പഠിച്ചത് അവിടെ തന്നെ ഇരിക്കട്ടെ, അതൊന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇനിയുള്ള ഡേയ്സിൽ റിവിഷൻ ചെയ്ത് പോവുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും മാർക്ക് മതിയേടാ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിലിംസ് കടക്കാൻ പറ്റും. ഇത്രയും മാർക്ക് മാത്രം മതി. എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത വർഷം എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് SIയും LSD അല്ലേ, ലോക്കൽ സെൽഫിൻ്റെ ഒക്കെ നമുക്ക് വിളിക്കാൻ ചാൻസ് ഉള്ളൂ. സോ ആ എക്സാംസിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഇപ്പോൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.